ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പേട്രിയറ്റ് മലയാള സിനിമയിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്ത വൻ മൾട്ടി സ്റ്റാർ സിനിമയാണല്ലോ. മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ബിഗ് ബോസ് ഉൾപ്പെടെ വലിയ താരനിര ഭാഗമാകുന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുനരാരംഭിക്കാനായിട്ടൊരുങ്ങുകയാണ്. ഇപ്പോഴത്തെ അതിനു മുന്നേ സിനിമയുടെ ടീസർ, നേരത്തെ റൂമേഴ്സ് വന്ന സിനിമയുടെ ടീസർ റിലീസ് ചെയ്യാനായിട്ടൊരുങ്ങുകയാണ്. പേട്രിയറ്റിന്റെ ടീസർ അടുത്ത ആഴ്ച ഒക്ടോബർ 2 തീയതി റിലീസ് ചെയ്തേക്കും എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഒഫീഷ്യൽ പ്രഖ്യാപനം വരേണ്ടത് സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നാണ്. അപ്പോൾ പേട്രിയറ്റിന്റെ ആ ടീസർ കാണുവാനായിട്ട് കാത്തിരിക്കാം. ഈ സിനിമയിലൂടെയാണല്ലോ ഒരുപാട് നാളുകൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുന്നത്. ഇപ്പോഴത്തെ പേട്രിയറ്റ് കഴിഞ്ഞാൽ മമ്മൂട്ടി തുടർച്ചയായിട്ട് 3 വൻ സിനിമകളിൽ അഭിനയിക്കുന്നു. വൻ സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ആ 3 സംവിധായകരിലേക്ക് വരികയാണെങ്കിൽ അതിലൊരു സംവിധായകൻ നിതീഷ് സഹദേവാണ്. മമ്മൂട്ടി വെച്ച് വൻ കൊമേഴ്ഷ്യൽ മാസ് സിനിമയാണ് ഒരുക്കാനായിട്ട് ഒരുങ്ങുന്നത്. മറ്റൊരു സംവിധായകൻ ടിനു പാപ്പച്ചനാണ്. ടിനു പാപ്പച്ചന്റെ സംവിധാനത്തിൽ ചാവേർ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന സിനിമകൾക്ക് ശേഷമായിരിക്കും മമ്മൂട്ടി അഭിനയിക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുക. അതേസമയം മൂന്നാമത്തെ സംവിധായകൻ ഖാലിദ് റഹ്മാനാണ്. ഈ പറഞ്ഞ 3 സിനിമകൾ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകളാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കുന്ന മെഗാസ്റ്റാർ തുടർച്ചയായിട്ട് അഭിനയിക്കുന്നത് വലിയ കൊമേഴ്ഷ്യൽ മാസ് സിനിമകളിലാണ്. കാത്തിരിക്കാം സിനിമകളുടെ പ്രഖ്യാപനങ്ങൾ കേട്ടാം. 1000 കോടി പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും അവസാനം അതിന്റെ പകുതി കളക്ഷനിൽ ഒതുങ്ങിപ്പോയ സിനിമയാണല്ലോ കൂലി. കൂലിയുടെ സംവിധായകൻ ലോകേഷിന് കഷ്ടകാലമാണോ എന്ന് തോന്നിപ്പിക്കുന്ന ലെവലിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കൂലിക്ക് ശേഷം LCUവിൽ ഭാഗമായ മറ്റു സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരു ലോകേഷിനെയാണ് നാം എല്ലാം തന്നെ പ്രതീക്ഷിച്ചെങ്കിൽ കൂലിയുടെ റിലീസിന് മുന്നേ തന്നെ റിപ്പോർട്ട്സ് ഉണ്ടായത് ആമിർ ഖാൻ നായകനായി എത്തുന്ന സിനിമ സംവിധാനം ചെയ്യും, അതല്ലെങ്കിൽ കമലഹാസനെയും രജനീകാന്തിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന സിനിമ ലോകേഷ് സംവിധാനം ചെയ്യും എന്നൊക്കെയായിരുന്നു. എന്നാൽ കൂലിയുടെ റിലീസിന് ശേഷം കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ആമിർ ഖാൻ സിനിമ സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. രജനി കമൽ സിനിമയിൽ നിന്നും ലോകേഷിനെ മാറ്റിയിരിക്കുന്നു തുടങ്ങിയ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞതാണല്ലോ. ഏറ്റവും അവസാനം 1 വർഷം മുന്നേ പ്ലാൻ ചെയ്തതുപോലെ കൂലിക്ക് ശേഷം കൈദി 2 സംവിധാനം ചെയ്യുന്ന ലോകേഷിനെ കാത്തിരിക്കുമ്പോൾ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇന്നൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തമിഴിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. അത് കൈദി 2 എന്ന കാർത്തി സിനിമ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു റൂമറാണ്. ശക്തമായ റൂമേഴ്സ് വരുന്നുണ്ടെങ്കിൽ പോലും താൽക്കാലികമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് കൂടി ചില പേജുകൾ പുറത്തുവിടുന്നുണ്ട്. നിലവിൽ കൂലിക്ക് ശേഷം ലോകേഷ് സംവിധാനം ചെയ്യാനായിട്ടല്ല പോകുന്നത്, അഭിനയിക്കാനായിട്ട് പോകുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട്സ് ഉണ്ടായതാണ്. എന്തായാലും കൂലിയിലൂടെ താഴെ പോയ ഗ്രാഫ് ലോകേഷിന് എത്രയും വേഗം ഉയർത്താനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ ലോകേഷിന്റെ അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമ ഏതാണ് എന്ന് കൃത്യമായിട്ട് അറിയുവാനായിട്ട്.